ഇത് ജയേഷിന് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അവരൊപ്പിച്ച പണിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജയേഷിന്റെ പേഴ്സിലും കാറിലും എങ്ങനെ കള്ളനോട്ടുകൾ വന്നു? കാറിൽ ആരെങ്കിലും കൊണ്ടുവച്ചതെന്ന് കരുതാം, പക്ഷെ പേഴ്സിൽ എങ്ങനെ വന്നു? അപ്പൊ ഇതാരോ കരുതിക്കുട്ടി ആസൂത്രണം ചെയ്തായിരിക്കും. ആരാസൂത്രണം ചെയ്തു എന്നാ മോഹനട്ടെ ഈ പറയുന്നേ? ആ ഭരത്തിന്റെ തലയിലുദിച്ച ആശയമായിരിക്കും ഇത്. അതുകൊണ്ടാണല്ലോ അവൻ നമ്മളെ അവന്റെ അമ്മയുടെയും ചേച്ചിയുടെ അടുത്ത് നമ്മളെ യാചിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചത്. മോഹന, ഇതങ്ങനെ തോറ്റു പിന്മാറാനുള്ള കളിയല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഭാനു ഈ വീട്ടിലെ മരുമകളായിട്ട് വരണം. അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും നമുക്ക് പോവണം. എന്റെ കൊച്ചുമാൻ വിചാരിച്ച അത് ഉറപ്പായിട്ട് നടക്കും. ഇനി വേണോ അമ്മേ? വെറുതെ എന്തിനാ അവരോട് ബന്ധം കൂടാൻ പോകുന്നേ? വേണം രാജലക്ഷ്മി. ആ ഭാനു ഇവിടേക്ക് നിന്റെ മരുമകളായിട്ട് വന്നാ മാത്രം പോരാ. ആ വസ്തുവിൽ നിന്ന് നമുക്ക് നല്ലൊരു വിഹിതം കിട്ടുകയും വേണം. ഗായത്രി എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചതിനെല്ലാം മരിക്കുന്നതിന് മുമ്പ് എനിക്കെന്റെ കണക്ക് തീർക്കണം. അവൻ എന്ത് ചെയ്യുന്നു രാജലക്ഷ്മി? നല്ല തലവേദന എന്ന് പറഞ്ഞ കിടക്കും അമ്മേ. അവന് നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കൂ, അവനൊരാണല്ലേ. ഇതിപ്പോ എത്രാമത്തെ തവണയാ ആ ഭാവനയുടെ മുമ്പില് അവൻ താഴ്ന്നു കൊടുത്തത്? അതിന് അവക്കും ഗായത്രിക്കും എല്ലാം അഹങ്കാരം കൂടിയിട്ടേ ഉള്ളൂ. എന്റെ മോൻ ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാ അമ്മേ. ഇല്ലെങ്കിൽ ഞാൻ ആ വീടിന്റെ പടി പോലും ചവിട്ടില്ലായിരുന്നു. നീ സമാധാനപ്പെട രാജി, എല്ലാത്തിനും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അല്പസമയം എടുത്താലും വേണ്ടില്ല, ചിലതൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം. അതാ ആണത്വം. അമ്മ ഇങ്ങനെ ചിന്തിച്ച് ഓരോന്നും പറഞ്ഞ് പിരികേറ്റും. അവസാനം തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയാ. ഇതങ്ങനെ ആവില്ല രാജലക്ഷ്മി. നിന്റെ മോന്റെ മുഖം നീ ശ്രദ്ധിച്ചായിരുന്നോ? അവൻ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളുണ്ട്. എല്ലാരും കൂടി കണക്ക് കൂട്ടിയിട്ട് ഈ കുടുംബം നശിച്ചു പോവാതിരുന്നാ മതി. ഗായത്രി, നീ കരുതിയിരുന്നു പൂർവാധികം ശക്തിയോടെ തന്നെ ഞാൻ നിനക്ക് മുന്നിൽ വരും. മോളെ, എന്താ വല്യമ്മേ? എന്തായി മോളെ കാര്യങ്ങള്? നീ പോയ നേരം മുതൽ നീ എവിടെയാ പോയതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക ചെയ്യാം. ഭരത് ജയേഷിനെ മനഃപൂർവ്വം കസ്റ്റഡിയിലെടുത്തത് തന്നെയാ വല്യമ്മേ. ഇല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഭാനുവിനെ ശല്യം ചെയ്തോണ്ടേയിരിക്കും. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്റെ ഭാഗത്ത് നോക്കുമ്പോ ഭരത് ചെയ്തത് ശരിയായില്ലെന്ന് ഞാൻ ചിന്തിക്കൂ വല്യമ്മേ. പക്ഷെ ഭരത്തിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ഇത് തന്നെയാ ജയേഷിനും അവന്റെ അച്ഛനും ഉള്ള മറുപടി. എന്തായാലും ഗായത്രിയുടെ കാല് പിടിക്കാൻ ആ പെണ്ണുമ്പിള്ള വന്നല്ലോ, നന്നായേ ഉള്ളൂ. ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ. വല്യമ്മ കൂടി വേണമെന്ന് ഞാൻ അപ്പ ചിന്തിച്ചതാ വല്യമ്മേ. ആ, ഇനി അവരെ സൂക്ഷിക്കണം മോളെ, വാശിയും വൈരാഗ്യവും കൂടും. ഇല്ല വല്യമ്മേ, ഇപ്പൊ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിരട്ടല ഭരത് ചെയ്തത്. ഇനി എന്തെങ്കിലും വേലത്തരം കാണിച്ച പിന്നെ പുറത്തിറങ്ങാനാവാത്ത വിധം ഭരത് എന്തെങ്കിലും ചെയ്യും.
ആ ഭാനു എന്തു പറയുന്നു? അവള് ഹാപ്പിയാണോ? അവളെ എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല വല്യമ്മേ. എന്താണ് അവളുടെ മനസ്സിലെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അവളൊന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. വിഷമം കാണും മോളെ. ആദ്യമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന പുരുഷനല്ലേ അവൻ. ഇങ്ങനെയൊക്കെ പെരുമാറുമ്പം സ്വാഭാവികമായിട്ടും അവൾക്ക് വിഷമം കാണും. ഇനി അവൻ ഭാനുവിന്റെ പിന്നാലെ വരും. ഒന്ന് ശ്രദ്ധിക്കാൻ അവളോട് പറയണം. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് വല്യമ്മേ. അവള് തന്നെ എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്യട്ടെ. ദേവേട്ടാ. ഭാവന വന്നില്ലേ? ഓ വന്നു. അവൾക്ക് വീട്ടിലിരിക്കാനല്ലല്ലോ സമയം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവൾക്കൊരാവശ്യം വന്നാ പോണ്ടേ? എന്ത് ആവശ്യത്തിനാ പോയെന്നറിയൂ? ആ ജയേഷുമായി വീണ്ടും എന്തോ പ്രശ്നം. പണ്ട് ഇതുപോലൊരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴല്ലേ ഭാവന പോലീസ് കസ്റ്റഡിയിലായത്. ഇപ്പോ വീണ്ടും എന്തോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. എന്തായാലും ന്യായമില്ലാത്തൊരു കാര്യത്തിൽ ഭാവന ഇടപെടില്ല. പിന്നെ അവളുടെ കുടുംബകാര്യത്തിൽ അവളല്ലാതെ വേറെ ആരിടപെടാനാ? അവിടെ ഭാവന മാത്രമുള്ളൂ ദേവേട്ട ഇടപെടാൻ. അവള് ഗർഭിണിയാണെന്ന് അവിടെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ തന്നെ എന്തോ കുഴപ്പം പിടിച്ച കേസാണെന്ന് തോന്നുന്നു. ആ ജയേഷും ഭാനുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. അതാ ഗായത്രിയുടെ സഹോദരനായിട്ടുള്ള പ്രശ്നമായിരിക്കും ജയെ. അതിന് തീർന്നെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവണ്ടേ? എവിടെയും പണമാണല്ലോ പ്രശ്നം. ഞാൻ സൂര്യയെ കുറ്റം പറയും. അവളോട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയണം. ബെസ്റ്റ്. ഭാവനയോട് സൂര്യ അങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നണ്ട. നീ വെറുതെ അവർക്കിടയിൽ വേലി കെട്ടാൻ നോക്കാതെ സ്വന്തം കാര്യം നോക്കാൻ നോക്ക. അതാ നിനക്ക് നല്ലത്. അല്ലെങ്കിലും സൂര്യയെ ഭാവനയെ ഞാൻ കുറ്റപ്പെടുത്തിയ ദേവേട്ടൻ ഇങ്ങനെയല്ലേ പറയൂ? ഈ നിസ്സാര കാര്യത്തിൽ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പോയ പിന്നെ ഞാൻ എന്താ പറയാ? എന്റെ ജയ, ഇനിയെങ്കിലും കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. നീ ഇപ്പൊ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഭാവനക്കറിയാം ഏത് പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടണമെന്നുള്ളത്. അപ്പൊ വീട് കയറി ആ ജയേഷിനെ അവള് തല്ലിയതോ? അതിനും തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? എന്ത് കാര്യം? ശരി, അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? തക്കതായ കാരണം ഉണ്ടായിട്ട് തന്നെയാ ഭാവന ജയേഷിനെ തല്ലേ. ഇപ്പൊ പോയതും അതുപോലെ എന്തെങ്കിലും കാര്യത്തിനാവും. ഇനി നിനക്ക് അതറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ ഭാവനയോട് തന്നെ പോയി നേരിട്ട് ചോദിക്കും. അപ്പൊ പിന്നെ പ്രശ്നം തീരുമല്ലോ. എന്ത് പറഞ്ഞിട്ടെന്താ? പാനു, ഇനിയിപ്പോ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പാനു. ഒരിക്കലും അവൻ നിന്നെ ഇനി ശല്യം ചെയ്യാൻ വരില്ലെന്ന് എഴുതി വാങ്ങിച്ചിട്ടാണ് ഞാൻ അവനെ വിട്ടത്. അവന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇനി അവൻ എന്തെങ്കിലും തരികിട കാണിച്ചാ പിന്നെ അവനെ പുറത്തിറങ്ങാനാകാത്ത വിധം ഞാൻ പൂട്ടും.